വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് UDF. ഇടതുപക്ഷം തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. 100 സീറ്റ് കടക്കാനുള്ള സാഹചര്യമുണ്ട്. 100+ ലോഡിംഗ് എന്ന പ്രചാരണ മുദ്രാവാക്യവും തയ്യാറായി കഴിഞ്ഞു. ആക്ഷൻ പാക്ട് സ്ട്രാറ്റജിയുമായി സുനിൽ കനഗോലു റെഡിയാണ്. UDFന് 90 സീറ്റ് ഉറപ്പ് നൽകുന്നു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ. കൂടുതൽ പുതുമുഖങ്ങളുണ്ടാകും, വനിതകളുണ്ടാകും, യുവാക്കളുണ്ടാകും. എല്ലാവരും കൂടി മത്സരരംഗം കൊഴുപ്പിക്കും. എന്നാൽ കോൺഗ്രസ് നേതൃത്വം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകലെയാണ് എന്ന് പരിഹസിക്കുന്നു CPM. ബോംബ് പൊട്ടുമെന്ന് പണ്ട് പറഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ, അതുപോലെ 100 പൊട്ടും എന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ 3ാം തവണയും LDF അധികാരത്തിൽ വരും എന്ന് തറപ്പിച്ചു പറയുന്നു. PR മുന്നണിയായി അധപ്പതിച്ചിരിക്കുന്നു UDF എന്ന് പരിഹസിക്കുന്നു മന്ത്രി V ശിവൻകുട്ടി. ഏതായാലും ഇതെല്ലാം ജനം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പൊതുജനത്തിൻ്റെ മനസ്സിലെന്ത്, അതാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ ഇതയം മുരളിയാണ്. ശ്രീ ഇതയം മുരളി, നമസ്കാരം. ഈ നാഷണൽ ജനതാദൾ എന്താണ് കരുതുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും? ഒരു വിസ്മയമുണ്ടാകും എന്ന് VD സതീശൻ പറയുന്നു. വിസ്മയമുണ്ടാകുമോ, അതോ ഇത് പൊട്ടാത്ത ബോംബായി അവശേഷിക്കും എന്ന് പറയുന്ന MV ഗോവിന്ദനൊപ്പം നിൽക്കുമോ? സാറേ, വിഷയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നാഷണൽ ജനതാദളിന്റെ രാജ്ഭവൻ മാർച്ച് 9-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഈ എല്ലാം മാർച്ച് നടത്തുക എന്നല്ലാതെ ഇതേ മുരളി അതിൽ പങ്കെടുക്കുന്നില്ലല്ലോ. ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഒരുപക്ഷെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടുന്ന് കൊല്ലത്ത് നാളിനെ അയക്കും, അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ശരി, അപ്പോഴേ UDFന് 100 സീറ്റ് ലഭിക്കുമെന്നുള്ള കാര്യം, അത് 100 പുറത്ത് വരുമെന്നുള്ളതാണ് സാധാരണ ആൾക്കാർ കണക്കൂട്ടിയിരിക്കുന്നത്. ജയിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? അതിൽ സംശയമില്ല. ഈ 100 സീറ്റിൽ പുറത്ത് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ, സ്വർണ്ണക്കൊള്ള എന്നുള്ള ഒരൊറ്റ വിഷയം ജനങ്ങൾ കേട്ടിട്ടുണ്ടോ, അവരെ UDFനെ വോട്ട് ചെയ്യും. കാര്യം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ UDFന് ഈസി ആയിട്ട് ജയിക്കാൻ ആ ഒറ്റ വിഷയം മാത്രം മതി. പിന്നെ 100 സീറ്റിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് ദിവ്യയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ പിന്നെ താനൂരിലെ ബോട്ടപകടത്തിൽ മനുഷ്യനെ 23 പേരെ കൊന്നൊടുക്കിയ സംഭവം, അതേപോലെ ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോ ഈ 100 പുറത്തോട്ട് പോകും. അപ്പൊ അവര് UDF കണക്കാക്കുന്നത് ഒരു സാധാരണ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ 100 സീറ്റ് ലഭിക്കുന്ന, പക്ഷെ അവതരിപ്പിക്കാനുള്ള ഒരുപാട് വിഷയങ്ങൾ കിടക്കുകയാണ്. നീണ്ട പട്ടികയുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ രാജ്ഭവൻ മാർച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഡു യു പ്രൊമോട്ട് ഹേറ്റ് സ്പീച്ച് ഇൻ പൊതുവേദി എന്ന് എന്നോട് ചോദിക്കുന്നു. നെവർ ഷിജു, നെവർ. വിദ്വേഷം എന്നത് പൊതുവേദിയുടെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വാക്കാണ്. നമ്മളൊരു ഡിക്ഷണറി വാങ്ങുകയാണെങ്കിൽ തന്നെ അതിൽ വിദ്വേഷം എന്ന വാക്ക് വെട്ടിക്കളഞ്ഞ് പൊതുവേദി അത് വാങ്ങിക്കൂ. കാരണം വിദ്വേഷമല്ല, സ്നേഹമാണ്, ചേർത്തുപിടിക്കലാണ്, കൂട്ടായ്മയാണ് പൊതുവേദി ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ പൊതുവേദി എന്ന് വിളിക്കുന്നത്. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി LDFകാരനാണ്. 100 സീറ്റാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി ലക്ഷ്യം. 100 സീറ്റ് കടക്കുമെന്നാണ് അവർ പറയുന്നത്. 100+. മുഹമ്മദ് മഞ്ചേരി അത് വിശ്വസിക്കുമോ? മനു സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാൽ ഇപ്പോ മുൻ ആള് പറഞ്ഞ മാതിരി സ്വർണക്കളവ് എന്നുള്ളത് പറഞ്ഞാൽ തന്നെ മതി. UDFന് ഒരു 140 സീറ്റ് തന്നെ കിട്ടും എന്നുള്ളതാണ്. എന്നാലും ഒരു കാര്യം കേൾക്കണം. ഗോവർദ്ധനും നമ്മളെ ഉണ്ണികൃഷ്ണൻ പോറ്റി, നമ്മളെ അടൂർ പ്രകാശവും നമ്മളെ വേറെല്ലോലും ഒക്കെ ഇത് കട്ടത പോലാണ്. ആ കട്ടത ഇത് നാട്ടുകാർക്ക് അറിയാം. അത് പത്രത്തിലും TV-യിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആ ചിരട്ടി കെട്ടി കൊടുക്കാനും വേറെലീനൊക്കെ നടക്കണമല്ല. ആ സ്വർണ്ണത്താപ്പൊന്നും പറഞ്ഞുകാണ്ട് ഇങ്ങനെ നടക്കണ്ട. ഇവിടെ ഇടതുപക്ഷം ഇവിടെ വികസനത്തിന്റെ മൂർധന്യ ദശയിലെത്തിയ ഇടതുപക്ഷം ഇവിടെ ഭരിച്ചേ തീരൂ. അല്ല കോൺഗ്രസ് ഇവിടെ ഭരിക്കാൻ സാധിക്കൂല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. പ്രദീപ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, എന്താണ് പ്രതീക്ഷിക്കുന്നത്? 100 കടക്കും എന്ന വാക്ക് പ്രതീക്ഷിക്കുന്നോ, അതോ MV ഗോവിന്ദന്റെ വാക്കുകൾ വിശ്വസിക്കുന്നോ? MV ഗോവിന്ദന്റെ വാക്ക് 100 കടക്കും. ഒരു 40 സീറ്റിൽ നിലയിലുള്ളൂ. 40 സീറ്റോ?
ഇപ്പൊ 40 യു ഡി എഫിന്, ആ മറ്റേത് 100. അത് 100ഒക്കെ എത്തണമെങ്കിൽ എങ്ങനെ എത്താനായിട്ട്? അവര് ഒരു 80 സീറ്റ് അവർ പലപ്പോഴായി ജയിച്ചിട്ടുള്ള സീറ്റാണ്. അതുകൂടാതെ ഒരു 20 സീറ്റും കൂടി കിട്ടും. അങ്ങനെ വലിയ തരംഗം ഉണ്ടാവും. 60 സീറ്റ് കിട്ടും, ഒരു 10 സീറ്റ് ബി ജെ പിക്കും കിട്ടും. ഇതില്ലാണ്ട് വരും 2 പേരുടെ. പ്രദീപ് 10 സീറ്റ് ബി ജെ പിക്ക് പ്രഡിക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അത് കിട്ടും. അത് കിട്ടും, അത് ഉറപ്പായിട്ട്. നോക്കിയാ ഇവരിപ്പോ കളിക്കാൻ പോകുന്നത് തിരുവനന്തപുരം നല്ലൊരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരും. ഏതായാലും ഇത് അധിക ദിവസമില്ല, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പൊതുവേദിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാം. അപ്പൊ അങ്ങ് പറഞ്ഞ് എത്രത്തോളം മറ്റേ 100 പിടിക്കില്ല. ഇല്ല. ശരി, ഓക്കെ. അപ്പൊ കുഞ്ഞാമത് വിളിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അദ്ദേഹം ഒരു LDF മെമ്പറാണ്, CPM മെമ്പറാണ്. ശ്രീ കുഞ്ഞാമത്, നമസ്കാരം സാറേ. നമസ്കാരം. ഇതേ എനിക്ക് 3 കാര്യങ്ങൾ പറയുന്നത്. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ. ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഞങ്ങൾ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ ഒരു നേതാക്കന്മാരും വനവാസത്തിലേക്ക് പോകുന്നില്ല. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആയിരക്കണക്കിന് രോഗികൾക്ക് പൊതിച്ചോറ് നൽകുന്ന പാർട്ടിയാണ് ഞങ്ങൾ. ഇന്നും 5 പൊതിച്ചോറ് കൊടുത്തവനാണ് ഞാൻ. 250 രൂപയും കൊടുത്തു. എന്റെ അടുത്ത് പൈസ ഉണ്ടത് അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സ്വർണത്തിന്റെ വകയിലൊന്നും ഒരു വോട്ടും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഒരു ക്യാമ്പ് ബത്തേരി നടന്നു. നമ്മുടെ വെനസ്വലേമിൽ ഒരു അർദ്ധരാത്രി അടുത്ത ഭരണാധികാരികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു പ്രമേയം പാസാക്കാൻ ഈ കോൺഗ്രസിന്റെ ആ ക്യാമ്പ് ഒരു പ്രമേയം പാസാക്കില്ല എന്നുള്ള ഒരു ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവമാണ് വയനാട്ടിൽ നടന്നത്. എന്തെന്നാ ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് കേരളത്തിൽ? ഒന്ന് പറയാമോ നിങ്ങൾക്ക്? മൂന്നാമത് കേരളത്തിൽ പിണറായി വിജയൻ ഒരു ചുവന്ന സൂര്യൻ മെയ് 21 കേരളത്തിൽ ഉദിക്കാൻ പോവുക. അത് കണ്ട് നിൽക്കാനായി കോൺഗ്രസിന് ഇന്ന് സാധിക്കുകയുള്ളൂ. ഇത്രയായിരിക്കും പറയാനുള്ളൂ. അപ്പോ പ്രമേയം പാസ്സാക്കിയില്ല എന്നുള്ളതാണ് താങ്കളുടെ ഒരു വലിയ സങ്കടം അല്ലേ? പ്രമേയം പാസ്സായില്ല. ഒരു പ്രമേയം പാസ്സാക്കണ്ടേ? അർദ്ധരാത്രി വീട്ടുകാരി ഒരു പ്രസിഡന്റിനെ അവിടെ ഭാര്യനെ ഉറക്കത്ത് വിളിച്ച് കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യാൻ പറയും, കൂട്ടിക്കൊണ്ടുപോയിട്ട് ആറ് ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഒരു പ്രമേയം പാസ്സാക്കണ്ടേ ഒരു പാർട്ടി? ഇത്ര തഞ്ചമില്ലാത്തൊരു പാർട്ടിയായി മാറിയില്ല. നിങ്ങളടക്കം ഈ ചർച്ച ചെയ്ത കാര്യം ഇത് എന്താണ് കുഞ്ഞാമ? VD സതീശൻ ജോർജ് ബുഷിനെ പേടിച്ചിരിക്കുകയാണെന്നാണോ പറയുന്നത്? അവർ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രമേയം പാസ്സാക്കണ്ടേ? ഒരു പാർട്ടിയല്ലേ? ഓരോ രാഷ്ട്രീയ പാർട്ടി, ചില രാഷ്ട്രീയ പാർട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ജോർജ് ബുഷിനെ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ ബിൽ ക്ലിന്റനെ വെല്ലുവിളിച്ചു. ഏറ്റവും ഒടുവിൽ ട്രംപിനെ വെല്ലുവിളിക്കുന്നു. പറ്റുമെങ്കിൽ ഒറ്റപ്പാലത്ത് വന്ന് മത്സരിക്കുന്നു പറഞ്ഞ പണ്ട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമ്മള് ഇനി അതൊക്കെ നടക്കുമോ ഇവിടെ? പ്രമേയം അത് ഒരു പ്രമേയം പാസ്സാക്കുന്ന അപരവിക്കേണ്ട നമ്മള്. ഇവര് വെറും 2 കിളി കരഞ്ഞാൽ, കേരളത്തിൽ 2 കിളി കരഞ്ഞാൽ പിണറായി രാജിവെക്കണം. ഇതും പാർട്ടി കുത്തിരിക്കല്ലേ? ശശിധരൻ വയലാറിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ ശശിധരൻ വയലാർ, ഒരു പ്രമേയം ട്രംപിനെതിരെ പാസ്സാക്കിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആർക്കും പ്രമേയം? ശ്രീ ശ്രീനിവാസനാണോ? ശ്രീനിവാസൻ, ഹലോ. ഒരു പ്രമേയം ട്രംപിനെതിരെ പാസ്സാക്കി ഇല്ല എന്നാണ് ഒരു ഇടതു നേതാവിന്റെ വിമർശനം. അയാൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ച് നടക്കണം ഇപ്പൊ. അങ്ങനെ പറയണ്ട, നമ്മളത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്. ഇടതുപക്ഷക്കാർക്കൊക്കെ ഇപ്പൊ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുക സാറേ. കാരണം 100% അതാണ് UDFന്റെ ഇപ്പോഴത്തെ മുദ്രാവാക്യം. ഇതിൽ ഒരു സംശയം വേണ്ട. ഇടതുപക്ഷം എന്ത് കാണിച്ചാലും പിണറായി വിജയൻ അധികാരത്തിന് ഇവിടുന്ന് തുടച്ചു മാറ്റില്ലെങ്കിൽ സൂര്യൻ കിഴക്കെന്നല്ല ഉദിക്കുക, പടിഞ്ഞാറെന്ന് ഉദിക്കേണ്ടി വരും. ചരിത്രം മാറ്റി കൊടുക്കേണ്ടി വരും. നോക്കിക്കോളാം നിങ്ങൾ. ഇതിൽ യാതൊരു സംശയമില്ല. മനസ്സാറ് എഴുതി വെച്ചോ, 100%. ഞാനത് എഴുതി വെക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം അതിൽ ആരും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഒരു രക്ഷയില്ല. ഒരു ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പൊ യുഡിഎഫ് വരണം തന്നെയാ. അപ്പൊ ശശിധരൻ വയലാർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ വയലാർ, എഴുതി വെക്കാനാണ് എന്നോട് പറയുന്നത്. 100++10 ആണ് അവർ പറയുന്നത്. എന്നാലും 100+. ഞാൻ എഴുതി വെക്കണം. നമസ്കാരം. പിന്നെ അങ്ങനെ പോടും. ഉഷാറിലാണ് 2 ദിവസമായിട്ട് നല്ല ചർച്ചകളാണല്ലോ നടക്കുന്നത്.
പിന്നെ ഞാൻ എണ്ണമൊന്നും പറയുന്നില്ല, എന്നാലും ഹോപ്പ് കാണുന്നത് UDF തന്നെയാണ്. കാരണം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് UDF പ്രശ്നം, പലതും LDF കിടക്കുന്നത്. ഇന്നിപ്പോ നേരം എടുത്ത മുതൽ ഈ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ CPM CPI ഇടിയാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനത്തെ അവജ്ഞയോടെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഐക്യം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ സാധ്യത കാണുന്നത് അങ്ങനെയാണ്. പിന്നെ എണ്ണമൊന്നും പറയാൻ പറ്റില്ല, ഇലക്ഷനല്ലേ. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് വടകരയിൽ നിന്ന്. ബാലകൃഷ്ണൻ ഇതിൽ ആര് ജയിച്ചാലും പ്രശ്നമില്ല, ആരും ജയിച്ചാലും കുഴപ്പമില്ല, രണ്ടും ഇന്ത്യ മുന്നണിയല്ലേ എന്ന് പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലേ? സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് ചിരിയാണ് സാർ വരുന്നത്. കാരണം കേരളത്തിൽ ഒരു 3 മാസം മുമ്പുണ്ടായിരുന്ന ട്രെൻഡ് ഇടതുപക്ഷം വരുമെന്നായിരുന്നു. പക്ഷെ ഇപ്പം കേരള രാഷ്ട്രീയത്തിലെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു തൂക്ക് സഭയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. സാറിപ്പോ അത്ഭുതം ചോദിക്കും എന്നോട്, അതെങ്ങനെ സംഭവിക്കും? കേരളത്തിൽ ഈ പ്രാവശ്യം ആ തെരഞ്ഞെടുപ്പ് ദിവസം സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെങ്കിൽ ആ റിസൾട്ട് വരുന്ന ദിവസം കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവും. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സഭയാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ബാലകൃഷ്ണൻ വടകര വലിയ തോതിലുള്ള പ്രഡിക്ഷനാണ്. പക്ഷെ ഇത് അധിക നാളില്ല, നമ്മൾ വീണ്ടും കാണേണ്ടവരാണ്. BJP ഭരണം നിർണ്ണയിക്കും എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ പിന്നെ ഞാനിത് ആ ദിവസങ്ങളിൽ അങ്ങേ വിളിക്കും, ചോദിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് പറയണം. അല്ല, ചോദിക്കുന്നതല്ല സാർ. കേരള രാഷ്ട്രീയത്തിലെ ട്രെൻഡ് നമ്മളെ സുഹൃത്തുക്കളും നമ്മളെ സഹോദരങ്ങളും നമ്മളെ കുടുംബക്കാരും പ്രദേശവാസികളും എല്ലാവരും സംസാരിക്കുമ്പോൾ ഒരു വിഷയമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാനൊരു BJP അനുഭാവി ആയതുകൊണ്ടതല്ല, പൊതുവിൽ ജനറലായിട്ട് പറയുന്നത് ഇനി BJPയെ ഒന്ന് പരിശോധിക്കുക എന്നുള്ള ഒരു സംസാരമാണുള്ളത്. എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. പക്ഷെ സത്യത്തിൽ എല്ലാ സ്ഥലത്തും ആ വാർത്ത കേൾക്കുമ്പോൾ ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിന് നടുവിലായി BJP ഒരു കക്ഷിയായി വരും. ആർക്കും 71 കിട്ടാത്ത ഒരു സാഹചര്യം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട്. ശരി, ഞാനത് നമ്മുടെ ശ്രീകുമാർ കൂടി അടൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകുമാർ, അങ്ങനെ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത, ആര് ഭരിക്കണമെന്ന് BJP തീരുമാനിക്കുന്ന ഒരു തൂക്ക് മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ശ്രീകുമാർ വിശ്വസിക്കുന്നുണ്ടോ? BJP വന്നിരുന്നാൽ ജനങ്ങൾക്ക് ഗുണകരമാവും എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് സാർ ഞാൻ തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. ആൾക്കും തന്നെ ഇപ്പൊ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ സാറടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, പല സ്ഥലത്തും ചെയർമാനായിട്ടും അല്ലെങ്കിൽ ചെയർപേഴ്സണായിട്ടും അതിനുപരി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പോലും തെരഞ്ഞെടുക്കുന്നതില് കോൺഗ്രസിന്റെ ഭൂരിഭാഗവും തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ BJPയെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തനം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ ഇപ്പം ചില ചാനലുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ BJPയുടെ നേതാക്കളോടും ചെന്നിട്ട് നിങ്ങളാണോ അവിടെ മത്സരിക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് സീറ്റ് തരുന്നില്ല, നിങ്ങളെ എന്തുകൊണ്ട് മേയറാക്കിയില്ല, രാവിലെ മുതലുള്ള സംസാരം പൂർണ്ണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ന്യൂസ് കൊടുക്കാനില്ലാത്ത ചില ചാനലുകൾ, ഞാൻ എല്ലാ ചാനലുകളെ അടച്ചാക്ഷേപിക്കുകയല്ല, പ്രത്യേകിച്ച് ഒരു ന്യൂസും റിപ്പോർട്ട് ചെയ്യാനില്ലാത്ത ചില ചാനലുകൾ രാവിലെ മുതൽ അവരുടെ മാനേജ്മെന്റ് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു അജണ്ടയായിരിക്കും ഇത്. രാവിലെ മുതൽ BJP അധികാരത്തിൽ കേരളത്തിൽ സീറ്റ് പിടിക്കാതിരിക്കാൻ. അത് എനിക്ക് തോന്നുന്നു ശ്രീകുമാറിന് ഒരു ചെറിയ തെറ്റുപറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയട്ടെ, ആദ്യം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പോകുന്നത് BJP ആണെന്ന് അവർ വ്യക്തമാക്കി. അപ്പോൾ പ്രധാനമന്ത്രി വരാൻ പോകുന്നു, സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ രംഗത്തിറക്കി, ആദ്യം തന്നെ പേര് വിവരങ്ങൾ കുറേയൊക്കെ പുറത്തു വന്നു, ഇനിയും ബാക്കിയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് എന്നത് എല്ലാവർക്കും മലയാളിക്ക് അറിയാലോ, എവിടെ പോയാലും കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ അവർ ആദ്യം BJPയുടെ പേര് വന്നതുകൊണ്ട് BJPക്കാരെ അന്വേഷിച്ചു പോകുന്നു. അപ്പൊ മേയർ തർക്കം ഉണ്ടാക്കിയത് മാധ്യമങ്ങളല്ല, അങ്ങേക്ക് അറിയാലോ. ദയവായിട്ട് ഇത് കട്ട് ചെയ്ത് പോകരുത്. കാരണം സാർ അതിനൊരു ക്ലാരിഫിക്കേഷൻ. കാരണം തീർച്ചയായിട്ടും സാർ എവിടെയെങ്കിലും BJP യോഗം കൂടിക്കൊണ്ട് ഇന്ന ആളാണ് BJPയുടെ സ്ഥാനാർത്ഥി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് 30 മണ്ഡലങ്ങളെ കുറിച്ചുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ ഇന്ന ആൾ ഇന്നടത്ത് മത്സരിക്കുന്നില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ താൻ നിയമത്തുണ്ടാകും എന്ന് പറഞ്ഞില്ലേ? പിന്നെ കണക്കൂട്ട സീറ്റിനെ കുറിച്ച് ധാരണയായില്ലേ? സാറേ അങ്ങനെയല്ല സാറേ, 1-2 മണ്ഡലങ്ങളിൽ നിലവിൽ അവിടെ മത്സരിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ രാജീവ് ചന്ദ്രശേഖർജി മത്സരിക്കണമെന്ന് ഞാൻ മത്സരിക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് മാത്രമേ ഉള്ളെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ തീർച്ചയായിട്ടും ഇതിനെ തുടർന്ന് ഓരോ BJPയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ കഴക്കൂട്ടത്ത് മത്സരിക്കണമെന്ന് പറയുമ്പോ പിന്നെ അത് ഏറെക്കുറെ ധാരണയായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴക്കൂട്ടത്തും നേരത്തെ V. മുരളീധരൻ സാർ മത്സരിച്ചിട്ടുണ്ട്. അവിടെ മത്സരിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ്. ഞാൻ നേമത്ത് മത്സരിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോ അത് നമ്മൾ വിശ്വസിക്കേണ്ട
ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? റിപ്പോർട്ട് വരുന്നത് ഇപ്പൊ തന്നെ രാവിലെ എടുത്ത് വെച്ച് ഞാനിപ്പോ തന്നെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്ന ഓരോ ചാനലുകളുടെ ന്യൂസ് BJPയുടെ സ്ഥാനാർത്ഥി എന്താ സംഭവം ഞാൻ അതും കൂടി ഞാൻ ശ്രീകുമാറിന് പറഞ്ഞുതരാം. ഇതിന് അൽഗോറിതം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക കാര്യം നോക്കിയാൽ നമുക്ക് ആ വാർത്തകൾ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഫേസ്ബുക്ക് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം മുഴുവൻ അതാണ്. ഞാനിപ്പോൾ ഒരു പ്രത്യേക മതത്തിൻ്റെ കാര്യം ഇസ്ലാമിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് വെച്ചോ, ഞാനൊരു 4 വീഡിയോ അത് സെർച്ച് ചെയ്താൽ മതി, പിന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അതേസമയം ഒരു മിനിറ്റ് BJPയെ പുകഴ്ത്തുന്ന വീഡിയോ ആണ് കാണുന്നതിൽ, BJPയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കാണുന്നെങ്കിൽ പിന്നെ എനിക്ക് നിരന്തരം അത് വന്നുകൊണ്ടിരിക്കും. എന്തിന് അങ്ങ് വെറുതെ ഒരു ഷൂവിൻ്റെ ഫോട്ടോ എടുത്താൽ പിന്നെ നിരന്തരം ഷൂവിൻ്റെ ചിത്രങ്ങളും പരസ്യങ്ങളും അങ്ങേക്ക് വന്നുകൊണ്ടിരിക്കും. അത് അങ്ങ് തെറ്റിദ്ധരിക്കുന്നതാണ്. അല്ലാതെ എല്ലാവരും എല്ലാ സമയത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കില്ല. സമൂഹ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങ് എന്താണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് അങ്ങേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സാറേ, ഞാൻ രാഷ്ട്രീയത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ടുള്ള ന്യൂസുകൾ മാത്രം കാണുന്ന ഒരാളൊന്നുമല്ല, വിമർശനങ്ങളും അതുകൊണ്ടാണ് ഈ BJP കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ BJP വാർത്തകൾ അങ്ങേക്ക് ലഭിക്കുന്നത്. വാർത്തകൾ ഒരു ടെലിവിഷൻ ചാനലിൽ അന്താരാഷ്ട്ര വാർത്തകളുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും അധികം ഇറാനിലെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത് പറയട്ടെ, അങ്ങ് കൂടി ഇത് കേൾക്കുന്നേ. ഇത് അങ്ങേ പോലെ ഒരാൾ മനസ്സിലാക്കേണ്ട, ശ്രീ സന്തോഷ് അടൂർ, അങ്ങേ പോലെ ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒട്ടനവധി പ്രധാന വാർത്തകൾ, ഇപ്പോൾ ട്രംപിൻ്റെ നയത്തെ സംബന്ധിച്ച്, വെനിസ്വേലയിലെ കാര്യങ്ങളെ സംബന്ധിച്ച്, ഇറാനിലെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ TV യിൽ വരുന്നുണ്ട്. പക്ഷെ അങ്ങ് തിരയുന്ന കാര്യങ്ങൾ എന്തെന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് അങ്ങക്ക് കൂടുതൽ കൊണ്ടുതരികയാണ്. അതാണ് അതിലെ കാര്യം. അല്ലാതെ അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ ഇതാ ഞങ്ങളെ തകർക്കാൻ ആരോ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു മതത്തെ ആക്രമിക്കുന്ന ഒരു വാർത്ത അതിൽ കണ്ടെന്ന് വിചാരിക്കും, പിന്നെ തുടരെ അത് വരും. അപ്പം നമ്മൾ ധരിക്കും, ഓ ഞങ്ങളുടെ മതത്തെ ഇങ്ങനെ ആക്രമിക്കുന്ന കാര്യമാണ് സമൂഹ മാധ്യമങ്ങൾ നിറയെ എന്ന്. അങ്ങ് കേൾക്കാത്തത് ഇത്ര അസഹിഷ്ണുത എന്താ? ഇത്ര അസഹിഷ്ണുത എന്താണ് അങ്ങക്ക് മനസ്സിലാകെ? ഇത് അങ്ങക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? പിന്നെ അങ്ങ് പറയാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ഇതാണെന്ന് വെച്ചാൽ അങ്ങ് ഇതാണ് കാണുന്നത്, അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. സാർ ഇപ്പൊ ചോദിച്ച ചോദ്യം 100 101 എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ തീർച്ചയായിട്ടും പറയാണ്, എനിക്ക് മുൻപ് സംസാരിച്ച അദ്ദേഹത്തിന്റെ അതേ നിലപാടാണ് ഇപ്പോൾ തന്നെ. പിന്നെ സാറേ, അടിത്തട്ടി പ്രവർത്തനങ്ങൾ ഇല്ലാതെ കൊണ്ട് ഒരാൾ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ഇത്തവണ 100 പിടിക്കും 101 പിടിക്കും. ഇപ്പൊ തന്നെ സാറിന് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഈ ഇലക്ഷൻ അടുപ്പിച്ചുകൊണ്ട് ചില ട്രെൻഡുകൾ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണി തന്നെയാണ് സാറേ. അതുകൊണ്ട് തന്നെ ചില ട്രെൻഡുകൾക്ക് അനുകൂലമായിട്ട് UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളില് പിന്നെ LDFകാരൻ വളരെ ദുർബലരായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തി, LDFന് സ്വാധീനമുള്ളിടത്ത് UDF വളരെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്ന ഒരു സംവിധാനം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ പല പഞ്ചായത്തുകളിലും അറിയാം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം കൂട്ടുസഭ രൂപീകരിക്കാത്ത ചില പഞ്ചായത്തുകളുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ ഇന്ത്യ മുന്നണി തന്നെ അവിടെ വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ നിലവിലത്തെ സാഹചര്യത്തില് സാറേ 100 വന്നാലും 101 വന്നാലും അടിത്തട്ടില് സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളില് അല്ലെങ്കിൽ അടിത്തട്ടിലോട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ അഭിമുഖീകരിച്ചുകൊണ്ടൊരു projection ഇടപെടാനേ സാധിക്കും. ഞങ്ങൾക്ക് എന്തുമാത്രം സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നറിയോ? കാര്യം രാഷ്ട്രീയം മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയ ഭ്രാന്തൊന്നും ഉള്ള ആളൊന്നുമല്ല. അപ്പൊ എന്നോടൊപ്പം സന്തോഷ് ചേരുന്നുണ്ട് കാസർഗോഡ്. സന്തോഷേ, ഇപ്പോൾ എന്നോട് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഒരു തരത്തിലുള്ള അടിത്തട്ടിൽ ഒരു പ്രവർത്തനം നടത്താതെ ഞങ്ങൾ 100-ൽ ജയിക്കും എന്നൊരു അവകാശവാദവുമായി വരികയാണ്. ഇത് പരിഹാസ്യമാണ് എന്ന് ശിവൻകുട്ടി മന്ത്രി പറയുകയാണ്, PR മുന്നണി എന്ന് പറഞ്ഞു. സന്തോഷം എന്ത് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ? ഒരിക്കലും 100-101 സീറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 84 സീറ്റെങ്കിലും UDFന് കിട്ടും. 84-85 സീറ്റിന്റെ അടുത്ത് എന്തായാലും UDFന് വരും എന്നുള്ള, അതായത് UDFന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടോ അടിത്തട്ട് പ്രവർത്തനം കൊണ്ടോ മാത്രം കൊണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് ശബരിമല ഇഷ്യൂ, അത് ഗവൺമെന്റിന്റെ ഈ ഭരണത്തിന്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ UDF ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. BJPക്ക് ഒരിക്കലും തൂക്കുമന്ത്രിസഭയിൽ ഒരു റോളും BJPക്ക് കേരളത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ BJP തന്നെ ഇവിടെ കേരളം ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ കേന്ദ്രവും BJP ആണ്, കേരളവും BJP ആണ്. എത്ര പെട്ടെന്ന് നമുക്ക് പല ബില്ലുകളും പാസ്സാക്കി ഇവിടെ നമുക്കിട്ട് പണി വരുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം മണിപ്പൂരൊക്കെ ഉള്ള അവസ്ഥ നമുക്കറിയാം. അവിടത്തെ കാരണം കേന്ദ്രവും ഭരിക്കുന്നത് BJP ആണ്, മണിപ്പൂർ ഭരിക്കുന്നതും BJP ആണ്. അവിടെ വർഷങ്ങളായി പ്രശ്നം നടക്കുന്നു. എന്ത് പരിഹാരമാണ് അവിടെ നടക്കുന്നത്? ഒന്നുമില്ല. അപ്പം എന്റെ കാഴ്ചപ്പാട് ഒരു 84 സീറ്റ് 85 സീറ്റ് എടുത്ത് UDFന് കിട്ടും. 101 സീറ്റൊന്നും കിട്ടില്ല. കാരണം അത് അത്ര വലിയ പ്രതീക്ഷയൊന്നും നമുക്കില്ല. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എന്താണ് KG കുമാറിന് പറയാനുള്ളതെന്ന് ഞാൻ കേൾക്കട്ടെ. ശ്രീ KG കുമാർ എനിക്ക് തോന്നുന്നത് ചെറിയൊരു BJP പ്രവർത്തകൻ ആണെന്നാണ് അല്ലേ? ഹലോ, BJPക്ക് അനുകൂലല്ലേ KG കുമാർ?
ഹലോ, ഞാനങ്ങനെ നിഷ്പക്ഷ BJP-ക്കാരനാണ്. ശരി. ഞാൻ കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. ഈ പിന്നെ ഇപ്പോഴത്തെ പോലെ 99-100 സീറ്റോ ഒന്നും LDF കിട്ടില്ല. ഒരു 70-75 സീറ്റോളം LDF കിട്ടും എന്നാണ് എന്റെ കണക്കൂട്ടൽ. കാര്യം ഈ UDF എത്ര കിടന്ന് ശ്രമിച്ച് കഴിഞ്ഞാലും ഇവർക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു 10-25 സീറ്റ് കൂടുതൽ കുറയാനുള്ള സാധ്യത എങ്ങനെ നോക്കിയാലും കാണുന്നില്ല. ഒരു 70-75 ഇടയ്ക്കുള്ള സീറ്റ് പിന്നെ ഈ മാജിക് നമ്പർ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ തൊട്ടു മുമ്പ് സംസാരിച്ച ആള്, അടൂരിന്ന് സംസാരിച്ച ആള് പറഞ്ഞ പോലെ തന്നെ ഈ CPM എന്ന് പറയുന്ന കേഡർ പാർട്ടിയാണ്. പിന്നെ കാര്യം ഈ നമ്മള് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. അവർക്ക് പാർട്ടിയുടെ താഴേക്കിടയിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇല്ല ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തട്ടില് പ്രവർത്തകരെന്ന് പറഞ്ഞാൽ വളരെ ദുർബലമാണ്. അതിലുപരി ഭയങ്കര തമ്മിലടിയുമാണ് എല്ലായിടത്തും. അത് ഞാനിപ്പോ നമ്മുടെ ഒരു കോൺഗ്രസ് അല്ല, ഒരു UDF പ്രവർത്തകൻ എന്നോടൊപ്പം ഉണ്ട്, ശ്രീ റഷീദ് കൊയിലാണ്ടി. താഴെ തട്ടിൽ നിങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ല എന്ന് പറയുന്നത് ശ്രീ റഷീദ് കൊയിലാണ്ടി അംഗീകരിക്കുമോ? ഓക്കെ, ഞാൻ റഷീദ് കൊയിലാണ്ടിയിലേക്ക് വരാം. ശ്രീ സലീം, സലീമിന് തോന്നുന്നു മലപ്പുറത്ത് UDF വലിയ സാഹചര്യം തന്നെയാണോ ഉള്ളത്? അത് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സാറേ, സാർ ഓർക്കുന്നുണ്ടോ അറിഞ്ഞൂടാ. ഇത് എന്ത് നല്ല നടക്കാത്ത സ്വപ്നം സതീഷിന്റെ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. 100 സീറ്റിന്റെ മേലെന്നൊക്കെ പറയുമ്പോ ഇപ്പോഴുള്ള അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കാരണം കൂടി വന്നാൽ ഇപ്പോഴുള്ളതിൽ ഒരു 10 സീറ്റ് കൂടും. 40, 50, 52 സീറ്റിലധികം അതിന് ഒരു സീറ്റ് അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. കാരണം ഇവരാകെ കൂടി പറയുന്ന, ഇവർക്ക് ഭരണത്തിനെ കുറിച്ച് യാതൊരു കുറ്റവും പറയാനില്ല. ഭരണത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചോ അഴിമതി നടത്തിയോ ഒന്നും പറയാനില്ല. പകരം അവർ പറയുന്ന പിന്നെ ശബരിമല കൊള്ളനെ കുറിച്ച് പറയുമ്പോൾ ആകെ എത്ര ഗ്രാം സ്വർണ്ണമാണ് പോയത്? ഓക്കെ, 10 കിലോ പോയി നിൽക്കുക. 10 കിലോ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ട്? 12.5 കോടി. 10 കിലോ സ്വർണ്ണത്തിന് 12.5 കോടി. അതിൽ കൂടുതലുണ്ടോ സാറേ? ഇല്ലല്ലോ. ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു സർക്കാർ പിന്നെ അതിനെ ജനങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കും എന്ന് പറയുന്നത് തോന്നുന്നു. ഈ 12.5 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊരു സാധാരണ ഒരു ജ്വല്ലറിയിലുള്ള ഒരു പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഴിമതി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വിദേശത്തൊക്കെ പോയിക്കൊണ്ട് എത്ര രൂപ പരിചയം നമുക്ക് കണക്കുണ്ടല്ലോ. പണമല്ല അവിടുത്തെ ഒരു ഘടകം. ഒന്ന്, ശബരിമല കേരളത്തിലെ ജനങ്ങൾ അത്ര കണ്ട് പവിത്രമായി കാണുന്ന ഒരു ഇടമാണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന വെച്ചാൽ അത് ഒരിക്കലും ഈ നാട്ടിലെ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് ആര് ചെയ്തു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത് പറയാണ്. അതൊരു സാമ്പത്തിക ലാഭം അല്ല എന്നുള്ളതൊക്കെ മനസ്സിലായി. സാമ്പത്തിക ലാഭമല്ല, മനസ്സിന് മുറിവേൽപ്പിച്ചു ഒരു വിഭാഗം ആൾക്കാർ. അതാണ് അതിന്റെ മെയിൻ. പക്ഷെ ആ ഇഷ്യൂ പറഞ്ഞുകൊണ്ട് ഒരു കേരളത്തിലെ മറ്റുള്ള എത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് CPM അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഒരു പെട്ടെന്ന് വേണ്ട ആളുകളുടെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടായിരുന്നു. 12 പേരെ പുറത്താക്കിക്കൊണ്ട് അത് എടുക്കാത്ത അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്ത ഏറ്റവും വലിയ വിഡിത്തം തന്നെയാണ്. അവർ ആരൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത് ഞാൻ അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് സാറിന്റെ അടുത്ത്. പിന്നെ ഈ ഒരു വിഡിത്തം അവർ ചെയ്തുള്ളത് ശരിയാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇത്രയും നല്ലൊരു സർക്കാരിനെ ജനങ്ങൾ താഴെ ഇറക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. ഇനി അഥവാ അതായത് ഇപ്പൊ ഒരു 10 സീറ്റ് കൂടുതൽ നഷ്ടപ്പെടുമായിരിക്കും. അതല്ലാണ്ട് ഒരിക്കലും ഭരണം നഷ്ടപ്പെടുന്ന പിന്നെ LDF ഭരണം വരും എന്നുള്ളത് 100% ഉറപ്പാണ്. മറ്റൊരു മലപ്പുറംകാരൻ തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഫൈസൽ, 3ാം പിണറായി സർക്കാരിന് കാത്തിരിക്കുകയാണ്. സലീം, ഫൈസലോ? ഇവിടെ ഏകദേശം UDF ഇത്രയേറെ പിന്നെ ആത്മവിശ്വാസം പുലർത്തുന്നതിന് പ്രധാന കാരണമുണ്ട്. ഒന്നാമത് പിണറായി വിജയന്റെ ഈ ന്യൂനപക്ഷ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വല്ലാതെ ഒരു ആത്മവിശ്വാസം ഒരു കൽപ്പിച്ചിരുന്നു ആ സർക്കാരിൽ. അത് പാടെ തകർന്ന പ്രവൃത്തിയാണ് പിന്നെ ഈ 10 വർഷമായിട്ട് പിന്നെ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട്, ഇപ്പൊ 5 വർഷം കഴിയാറാണ്, ഈ 5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കരമായ മലബാർ മേഖലയിൽ അതിഭീകരമായ തിരിച്ചടി LDF-നുണ്ടാവും. അതെന്താ ഈ ന്യൂനപക്ഷങ്ങളെ ഈ സർക്കാർ കൈവിട്ടെന്ന് തോന്നാനുള്ള പ്രധാന കാരണം? ന്യൂനപക്ഷങ്ങൾ സർക്കാർ കൈവിട്ടെന്ന് തോന്നാലോ, അതിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പിണറായി സർക്കാർ അങ്ങനെ എന്തെങ്കിലും അപകടകരമായ കാര്യങ്ങൾ ചെയ്തിട്ടല്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഒരു ആശങ്ക പിണറായി സർക്കാർ ഉണ്ടാക്കി.
അതിന് പ്രധാന കാരണം വെള്ളാപ്പള്ളിയെ ഈ ഇത്രയേറെ വർഗീയതമായി പറയുന്ന എല്ലാ സമുദായം വെള്ളാപ്പള്ളി വർഗീയമായിട്ടാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമുദായങ്ങളും പറയുന്നത്. എന്നിട്ടും ആ വെള്ളാപ്പള്ളിയെ പിന്നെ തോളിലേറ്റിക്കാണ് നടക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായിട്ട് മലബാർ മേഖലയിൽ ആഞ്ഞടിച്ചത് അതാണ് ഒന്ന് കാരണം. ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായി താഴെ തട്ടില് അത് വല്ലാതെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ കൃത്യമാണ്. അപ്പോൾ സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, എനിക്ക് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ജയകുമാർ ചേർന്നിട്ടുണ്ട്, നമസ്കാരം പറയുന്നുണ്ട്. 140 സീറ്റ് എം വി ഗോവിന്ദന് കിട്ടുമെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ജയകുമാർ. ഓക്കെ, പിന്നെ ഗോളാന്തരമുണ്ട്. അതോടൊപ്പം കേച്ചി എന്നോട് പറയുന്നത് സുനിലിന് നമസ്കാരമാണ് പറയുന്നത്, എന്നോടല്ല സുനിലിനാണ് നമസ്കാരം. അപ്പോൾ ശശിധരൻ പിള്ളை പറയുന്നത് സലീമിനെ കണക്ക് എവിടുന്ന് കിട്ടി, 10 കിലോ സ്വർണ്ണമാണ് നാളെ എന്ന് പറഞ്ഞ് എന്ന് സിറ്റിയിലെ അന്വേഷണ സംഘത്തിൽപ്പെട്ട ആരെങ്കിലുമാണോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ കോലമ്പറത്ത് അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ പ്രദീപ് തിരുവനന്തപുരത്ത്. യെസ് പ്രദീപ്, നടക്കുമോ? നമസ്കാരം. നമസ്കാരം. പിന്നൊരു BBC ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്. അറിയാണോ താങ്കള്? BBC അല്ല, CCCയില് നമ്മളെ വെനിസിലേക്ക് വേണ്ടി ഇവിടെ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് അത് അവരെ വിടുന്ന അവിടുത്തെ പ്രസിഡന്റിനെയൊക്കെ വിടാന്നുള്ള എല്ലാ തീരുമാനം എത്തിയിട്ടുണ്ട്. ആ സഹാബിന് അറിയിച്ചു കൊടുക്കുക. പിന്നെ മിസ്റ്റർ മനു, ഒരു വിഷമം പറഞ്ഞോട്ടെ. നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയായ നമ്മുടെ ബംഗ്ലാദേശില് ഇന്നലെയും ഒരു ഹിന്ദു നാമധാരിയായ ഒരു സ്ത്രീയെ അവര് മുടി അറുത്ത് 2 പേര് ബലാത്സംഗം ചെയ്ത് അവരെ പച്ചയ്ക്ക് കത്തിച്ചിട്ട് കേരളത്തിൽ ഒരു പ്രമേയം പാസ്സാക്കാനോ ഷിജു ഖാനോ പിണറായി വിജയനോ ഒരു രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ ഒരൊറ്റ എണ്ണം അതിനുവേണ്ടി പ്രതികരിച്ചിട്ടില്ല. 9ാമത്തെ ആൾക്കാരാണ് അവിടെ കലാപം തുടങ്ങി. 9ാമത്തെ ഹിന്ദുക്കളെയാണ് അവിടെ കൂട്ടക്കുരുതി നടത്തുന്നത്. അതിനെതിരെ ഒരു വാർത്ത നിങ്ങൾ പോലും വാർത്ത കൊടുക്കുന്നുണ്ട്, ഒരു ചർച്ച പോലും വയ്ക്കുന്നില്ല. അത് എനിക്ക് വിഷമം ഞാൻ താങ്കളോട് ഷെയർ ചെയ്യുന്നു. നമ്മൾ എത്രയോ ചർച്ചകൾ വെച്ചിട്ട് പൊതുവേദിയിൽ അത് എടുത്തില്ലെന്നേ ഉള്ളൂ. പൊതുവേദിയിൽ ഒരു ദിവസം നമുക്ക് എടുക്കാം. പൊതുവേദിയിൽ അത് എടുത്തിട്ടില്ല മിസ്റ്റർ മനു. അത് കാരണം പക്ഷെ നമ്മളത് എല്ലാ ദിവസവും, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യവും ഒരേ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ചില കാര്യങ്ങൾ നമ്മൾ 7 മണിക്ക് ചർച്ച ചെയ്യും, ചിലത് 8 മണിക്ക് ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ 7 മണിക്ക് എനിക്ക് തോന്നുന്നു നിരന്തരം എടുത്തൊരു വിഷയമാണ് ബംഗ്ലാദേശ്. അല്ല, നമ്മൾ ഹമാസിന്റെ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്, വെനിസ്ലയുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാം. എവിടെയാ കിടക്കണ വെനിസ്ല? പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചോട്ടെ. ഈ 1980 ഈ വെനിസ്ല എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തെ 8ാമത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയായിരുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതിന് ശേഷമാണ് ആ നാട് കുത്തുവാളയിടിച്ച് ഇന്ന് ഈ ഗതിയായി. ഇന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഉടുതുണിക്കും മറുതുണിയില്ലാത്ത അവസ്ഥയാണ്. അറിയോ? അവർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് പ്രമേയം പാസ്സാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടം. ഒരു 4 പൊതിച്ചോറ് അയച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ. പിന്നെ മിസ്റ്റർ മനു, ഈ കോൺഗ്രസിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഏറ്റവും അധികം നല്ലൊരു വ്യക്തിയായിട്ടുള്ള രമേശ് ചെന്നിത്തല, നമ്മുടെ VD സതീശൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഒരു കളങ്കം ഉണ്ടാക്കത്തില്ല വ്യക്തിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നന്നായി ജീവിക്കുന്ന മാതൃകാപരമായി ജീവിക്കുന്ന, കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഒരു മുഖ്യമന്ത്രിയാവാൻ തീർച്ചയായിട്ടും അർഹതയുള്ള ഒരു നല്ല വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറെ അധികാരമോഹികളുണ്ട്. 1 രമേശ് ചെന്നിത്തല, 2 KC വേണുഗോപാൽ. പിന്നെ ഇവരുടെയൊക്കെ സാമ്പത്തിക ഭദ്രത താങ്കൾക്ക് അറിയായിരിക്കും. ഇവർ എന്തായിരുന്നുവെന്നും ഇപ്പൊ എങ്ങനെ ഇത്രയൊക്കെ വന്നുവെന്നും. ഇതേപോലെ ഉള്ളവരാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനെ നശിപ്പിക്കാൻ പോണത്. എന്റെ ഒരു വ്യക്തിപരമായ വിശ്വാസത്തിൽ കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റിന്റെ ഈ ജനങ്ങളെ ഇത്രയും ദുരിതത്തിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ തൂത്തെറിയാൻ വേണ്ടി ജനങ്ങൾ നന്നായി വോട്ട് ചെയ്യും. അത് എങ്ങനെ ഒരു 80-85 സീറ്റ് കിട്ടും. പിന്നെ BJPക്ക് ഒരു 27-28 സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്നെ സദാശിവൻ നായർ എന്നെ ഒന്ന് പ്രശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം എന്നെ തുടർച്ചയായി കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാണുന്നതിൽ വളരെ വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സദാശിവൻ നായരുടെ കമൻറ്റുകൾ തുടർച്ചയായി വായിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും എല്ലാ ദിവസവും വായിക്കാൻ കഴിയുന്നുണ്ട്. അതിലും വലിയ സന്തോഷം. എന്നെ കാണുന്നു എന്നറിയുന്നതിൽ വലിയ വലിയ സന്തോഷം. അപ്പോൾ പിന്നെ ഇവിടെ കൊടുക്കുന്നതല്ലേ ബംഗ്ലാദേശിൽ വയ്ക്കുന്നത് പ്രദീപ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷിജു. ഓക്കെ, ഏതായാലും ഞാൻ തോമസിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് ആലുവയിൽ നിന്നാണ്. ശ്രീ തോമസിന് തോന്നുന്നുണ്ടോ ഇവിടെ ഒരു 100 സീറ്റോടുകൂടി UDF ശക്തമായി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന്? സാറേ, എനിക്ക് തോന്നുന്നില്ലെന്നുള്ള കാര്യം അതല്ല. ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ സംസ്ഥാനത്ത് ഭരണപരമായിട്ടുള്ള യാതൊരുവിധ കുറ്റമോ കുറവോ, കാരണം ഞാൻ ഒരു പൊതുജനം എന്ന നിലയില് കാരണം
നമ്മളെല്ലാവരും ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നത്. അതായത് എല്ലാ മതസ്ഥരും സന്തോഷത്തോടും സാഹോദര്യ സ്നേഹത്തോടും എല്ലാ ഫെസ്റ്റിവലും ആഘോഷിച്ച് സുഖമായിട്ട് കഴിയുന്നത്. ഇത് ചില ആൾക്കാർ മതപരമായും രാഷ്ട്രീയപരമായും ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ വീണു പോകാതെ ആര് വരില്ല എന്നുള്ളതല്ല. ഈ ഭരണത്തിൽ ഞാൻ യാതൊരുവിധ തെറ്റും കാണുന്നില്ല. ഒരു നമ്മുടെ ശബരിമലയിലെ ഒരു സ്വർണത്തിന്റെ വിഷയം ഒഴിച്ചാൽ, പക്ഷെ അതൊരിക്കലും പാടില്ലാത്തതാണ്. അതല്ലാതെ ജനങ്ങളെ സംബന്ധിക്കുന്ന യാതൊരുവിധ ഒരു മന്ത്രിമാരെ കുറിച്ചോ MLA-മാരെ കുറിച്ചോ ഇതുവരായിട്ട് ഒരു തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ആർക്കും ചൂണ്ടിക്കാണാൻ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരു സമയം വീണ് കിട്ടിയ ഒരു ചൂണ്ട പോലെ ഇത് അയ്യപ്പൻ്റെത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, ഒരു ദൈവത്തിനും അയ്യപ്പനാകട്ടെ ജീസസ് ആകട്ടെ അല്ലെ നമ്മുടെ അള്ളാഹു ആകട്ടെ ആർക്കും സ്വർണത്തിന്റെ പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം പൊതു മുതലായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പാവങ്ങൾക്ക് വല്ല ഷുഗർ, കൊളസ്ട്രോള്, പ്രഷറുള്ള, അതുപോലെ തന്നെ ഹാർട്ട് സർജറി ഉള്ളവരെ അവർക്കൊക്കെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ആ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അത് അവരെ സഹായിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആര് വന്നാലും ഈ കള്ളന്മാര്, അതായത് ഏതവൻ വന്നാലും അത് അടിച്ചു മാറ്റും. ജനങ്ങൾക്കൊരു പ്രയോജനം കിട്ടത്തില്ല. ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നമ്മളിവിടുത്തെ കേരളക്കാരല്ല സാറേ അവിടെ ഈ നേർച്ച കാഴ്ചകൾ നടത്തുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നുള്ളവരാണ്. അവരിതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇവിടെ ഉള്ളവർ അടിച്ചു മാറ്റുന്നത് വെറുതെ അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തര് പണം ഉണ്ടാക്കുന്നു. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഒരു 50-55 സീറ്റ് കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത പ്രതിപക്ഷ നേതാവ് ഈ PK കുഞ്ഞാലിക്കുട്ടി ആകാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ശരി, അപ്പൊ നമ്മൾ കോഴിക്കോടുകാരനെ ഉമേഷിനോട് ചോദിക്കാം. ശ്രീ ഉമേഷ്, അടുത്ത പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണോ? അയ്യോ, നമസ്കാരം മോൻ സാറേ. നമസ്കാരം. ഞാനേ ആ വിളിച്ച ആള് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോ പറയും ചിലപ്പോ അയ്യപ്പന്റെ ആ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോയത് ചിലപ്പോ ജനങ്ങൾക്ക് വേണ്ടിയാന്ന് പറയാത്തത് ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താന്ന് വെച്ചാല് ആവശ്യമില്ല, മനുഷ്യർക്കല്ലേ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആവശ്യമുള്ളൂ എന്നെല്ലാം ഞാൻ വിചാരിച്ചെല്ലാം കൂടി അയ്യപ്പന് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ LDF സർക്കാർ കൊണ്ടുപോയിട്ട് അത് ജനോപകാരപ്രദമായ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുപോയതാന്ന് പറയുമെന്ന് വിചാരിച്ച്. പക്ഷെ അത് പറഞ്ഞില്ല ഭാഗ്യം. ഈ LDF സർക്കാർ അതേ എന്താ മനസ്സിലായി, വെറും ഒരു അയ്യപ്പന്റെ പ്രശ്നം മാത്രമാണ്. ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള അഴിമതികൾ ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഈ ഇതുപോലുള്ള ആൾക്കാരൊന്നും കേരളത്തിലല്ലേ ജീവിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ UDF സർക്കാരിന്റെ UDF-ന്റെ നേതാക്കന്മാർ കൊണ്ടുവന്ന ഒരു രീതിയുണ്ട്. അടുത്ത ഭരണത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് അവർക്ക് ലക്ഷ്യബോധത്തോടു കൂടി കൊണ്ടുവന്നത്. അത് നേരാവണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ 100-100-ലധികം സീറ്റോട് കൂടിയിട്ട് മറ്റേ കേരളത്തിൽ UDF ഭരണത്തിൽ വരുന്ന എന്റെ ഒരു അഭിപ്രായം. വ്യക്തമാണ്. അപ്പൊ ശിവദാസൻ എന്നോടൊപ്പം ചേരുന്നത് ബാലരാമപുരത്ത് നിന്നാണ്. ശ്രീ ശിവദാസൻ. നമസ്കാരം സാർ. ശ്രീ ശിവദാസൻ, UDF-ന് എത്ര സീറ്റ് കിട്ടും എന്ന് കണക്കൂട്ടുന്നുണ്ട്? സാറേ, ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. വേഷം കഴിഞ്ഞ് സാറിനെ വിളിക്കണം. പിന്നെ നമ്പർ സാറിന് കിട്ടിക്കൊണ്ടായിരിക്കാം വിശ്വസിക്കുന്നു. സാർ കേട്ടോളൂ, ഞാൻ പറഞ്ഞ കാര്യമെല്ലാം കറക്റ്റാണ്. ഇവരെല്ലാരും ഞാൻ കുറ്റപ്പെടുത്താറില്ല. എല്ലാവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ട്. സാർ നോക്കിക്കോളൂ, ഇവിടെ LDF വാരിക്കോരി പുറത്തുനിന്ന് പറയുന്നു, സമ്മതിക്കുന്നു. അത് ഓരോരുത്തന്റെയും ഒരു പാർട്ടി കുടുംബ സ്വത്തൊന്നല്ല, നമ്മുടെ നികുതി പണം കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. സർക്കാരിന് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സർക്കാരിന് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ കൂടുതൽ അത് കൊടുക്കാനുള്ള അവര് അഴിമതി കാണിച്ചതിന്റെ വ്യക്തമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്. ശബരിമല വിഷയം അവിടെ നിൽക്കട്ടെ. ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോകുമ്പോൾ 450 രൂപ പെർമിറ്റ്, ഒരു ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങുന്നിടത്ത് 12,800 രൂപ പെർമിറ്റ് വാങ്ങണം. അതേപോലെ എല്ലാ മേലും കറണ്ട് ബില്ല് 300 രൂപ ബില്ല് താഴ്ന്നാക്കാനുണ്ടെങ്കിൽ അത് 700-900 രൂപ. ഇതിനെല്ലാം ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. രാഷ്ട്രീയ പാർട്ടി ആര് വന്നിരുന്നാലും ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവന് എന്ത് അവകാശത്തിൽ LDF വോട്ട് ചോദിക്കുമെന്ന് കേട്ടാൽ എനിക്ക് തോന്നുന്നില്ല. ഒന്നുകൂടെ കൊടുത്തിട്ടില്ല. ജനങ്ങൾ സാർ നോക്കിക്കൊള്ളൂ, 87 സീറ്റ് UDF-ന് കിട്ടും. LDF-ന്റെ ഘടകകക്ഷിയൊക്കെ സീറ്റ് കിട്ടും. CPM എന്നുള്ള അരിവാച്ചി ശാസ്ത്രത്തിന് അവര് കഴിഞ്ഞ മാസം പിടിച്ചേണ്ട 4 സീറ്റേ കിട്ടുള്ളൂ. സാർ കുറിച്ചോളൂ, 87 സീറ്റ് UDF-ന് കിട്ടും. LDF-ന് കിട്ടുന്നത് ഘടകകക്ഷിയൊക്കെ സീറ്റ് അതേപടി നിൽക്കും. പക്ഷേ CPM-ന്റെ അരിവാൾ ചുറ്റുക നക്ഷത്ര അടയാളത്തിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ 3 വോട്ട് കിട്ടുമെങ്കിൽ എന്തെങ്കിലും പാർട്ടി വിശ്വാസം കൊടുക്കാം. പക്ഷെ വേറെ എന്റെ രീതിയിൽ ഇതാണ് പറയാനുള്ളത്. പിന്നെ കൂടുതൽ ആളുകൾ കാത്തുകൊണ്ടാണ് UDF വിൽ ഗെറ്റ് അറൌണ്ട് 80 സീറ്റ്സ് എന്ന് എന്നോട് ശാന്തകുമാരി പറയുന്നു. അതേപോലെ മനോഹരൻ എന്നോട് പറയുന്നത് കോൺഗ്രസ് ന്യൂനപക്ഷ പ്രേമം തുടങ്ങിയതുകൊണ്ട് LDF ജയിക്കാനാണ് സാധ്യത എന്ന്
പറയുന്നു. പിന്നെ ഇപ്പോൾ വിളിച്ച ആളുടെ ഫോട്ടോ കിട്ടാം. നേരത്തെ വിളിച്ച ആരുടെ കാര്യമാണ് തോമസ് ചോദിക്കുന്നത് എന്നോട്. ഓക്കെ, തങ്കച്ചൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തങ്കച്ചൻ. നമസ്കാരം സാർ. നമസ്കാരം സാറേ, എനിക്ക് എന്റെ ആഗ്രഹം 100 സീറ്റ് UDF അധികാരത്തിൽ വരണ, 100 മേൽ അധികാരത്തിൽ ആഗ്രഹിക്കുന്നതിനല്ല. എന്നാൽ പോലും കോൺഗ്രസിന് അത് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് വെറും ആഗ്രഹം മാത്രമായി ചുരുക്കുമെന്നാണ് തങ്കച്ചൻ പറയുന്നത്. ഒരു കാര്യം പറയാം, അതിനകത്ത് പ്രത്യേക കാരണമുണ്ട്. കോൺഗ്രസിനെ തന്നെ തോൽപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസ്സുകാർ 100 സീറ്റിന് VD സതീശൻ പറഞ്ഞാൽ പോലും അവരുടെ പ്രവർത്തന മേഖലയിൽ എപ്പോഴും പുറകോട്ടാണ്. LDFനെ സംബന്ധിച്ച് തോക്കാത്തൊരു സ്ഥാനാർത്ഥി ജയിപ്പിക്കാനും UDF സംബന്ധിച്ച് ജയിക്കുന്ന സ്ഥാനാർത്ഥി തോൽപ്പിക്കാനും ഗ്രൂപ്പത്തോടെ അവർ നിൽക്കുന്ന, ഗ്രൂപ്പർ നിൽക്കുന്നതാണ് കാരണം. അവർ ഒന്നിച്ച് നിന്നാൽ തീർച്ചയായിട്ടും 100 സീറ്റ് എന്നുള്ള 100 സീറ്റ് കിട്ടും. ഇതെല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ അത് കിട്ടും. പിന്നെ LDF സർക്കാരിന്റെ കാലത്ത് വന്ന സ്വർണ്ണക്കൊള്ള എല്ലാവരും പറയുന്നു. സ്വർണ്ണക്കൊള്ളയല്ല പ്രശ്നം. ഇവിടെ ജനങ്ങളുടെ മേലടിപ്പിച്ച ഓരോ പ്രഹരങ്ങളും അതിനുപരിയായിട്ട് ജനദ്രോഹങ്ങൾ, തൊഴിലാളി മേഖലയിൽ ഏറ്റവും കൂടുതൽ ദ്രോഹങ്ങൾ ചെയ്തൊരു സർക്കാരാണ് LDF സർക്കാർ. കാരണം താൽക്കാലിക ജീവനക്കാർ എത്ര പേര് പിരിച്ചുവിട്ടു? ആശാപ്രവർത്തകർ 25 ലക്ഷം പേരുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ 4 പേര് വെച്ച് വോട്ട് കുറച്ചാൽ 1 ലക്ഷം വോട്ട് കുറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ബാങ്ക്, നമുക്കറിയാം കേരളത്തിലെ കേരള ബാങ്ക് ഉണ്ടായതിൽ എത്ര. അതുപോലെ തന്നെ ജനങ്ങളിൽ വരേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം തൊഴിൽ മേഖലയിൽ വരേണ്ട കാര്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തി. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾ ഘടകകക്ഷികൾക്ക് പോലും സ്വന്തം മുന്നണിയെ നിലച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉമേഷിനെ, നമ്മുടെ നേരത്തെ സംസാരിച്ച ഉമേഷിനെ നമ്മുടെ ശശിധരൻ പിള്ള അഭിനന്ദിക്കുന്നുണ്ട്. അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ രഘുനന്ദനൻ പറയുന്നു, ഇടതുപക്ഷം വളരെ കരുതലോടുകൂടി നീങ്ങിയാൽ ജയിക്കാൻ സാധിക്കും. ആവശ്യമില്ലാതെ ഒരു വിവാദത്തിലും ഏർപ്പെടാനോ ആരെയും പിന്തുണയ്ക്കാനോ പോകാതെ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത്. SIT തോമസിന് പുറകെ പോകുമോ എന്നാണ് ചോദിക്കുന്നത് എന്നോട് ശശിധരൻ പിള്ള. ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പലരും ഒതുങ്ങി എന്ന്. നമസ്കാരം. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രേക്ഷകർ യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സുജാത എനിക്കൊരു ചുവന്ന റോസാ പുഷ്പമൊക്കെ അയച്ചിട്ടുണ്ട്. ഹായ് മനു, നമസ്കാരം എന്ന് പറയുന്നു. എന്നെ സംസാരിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു. എനിക്ക് കൂടുതൽ ഊർജ്ജം ലഭിക്കട്ടെ എന്ന് പറഞ്ഞൊരു ചുവന്ന റോസാപ്പൂ തന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീ സുജാതയ്ക്ക് ഞാനും അങ്ങോട്ടൊരു 3 റോസാപുഷ്പങ്ങൾ അങ്ങോട്ടും തരികയാണ്. ഈ ഒരു പ്രതികരണം മാത്രം മതി എനിക്ക് ഊർജ്ജം ഇരട്ടിയാകാൻ. ഷാജി എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. അപ്പോൾ എന്നോട് ഗോളാന്തരം പറയുന്നത് ഞാൻ എന്തോ ഈ ടൈറ്റാനിക്കിലെ ജാക്കിനെ പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടൈറ്റാനിക്കിലെ ജാക്ക് ഇത് അറിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാവും. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഷാജി പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷാജി. ഹലോ സാറേ, നമസ്കാരം. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ ആണേ. നമ്മൾ ന്യൂ ഇയറിന് ശേഷം സംസാരിച്ചില്ലേ? എന്നാലും ഒന്നാലും ഒരിക്കട്ടെ, ഒരു പുതുവർഷമല്ലേ, അപ്പോൾ ഒന്നിലധികം ആശംസകൾ. നല്ലത് തന്നെ. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ UDF 100% അധികാരത്തിൽ കയറും തന്നെയാണ് ഉറപ്പ്. അതിന് യാതൊരു സംശയം വേണ്ട. ആരൊക്കെ എന്തൊക്കെ നിലവിളിച്ച് കരഞ്ഞെന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യമല്ല. UDF എന്തായാലും അധികാരത്തിൽ കയറിയാൽ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 100 സീറ്റ് എന്തായാലും കിട്ടുമെന്നാണ് ശ്രീ ഷാജി വിചാരിക്കുന്നത്? 100 കിട്ടിയില്ലെങ്കിൽ 90 കിട്ടുമോ? എന്തായാലും അധികാരത്തിൽ കയറും, അത് ഉറപ്പായിരിക്കും. ഇന്നലെ സുപ്രീം കോടതി എന്തോ പറഞ്ഞേക്കണേ, ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്നല്ല പറഞ്ഞു. സുപ്രീം കോടതിയെ പറഞ്ഞേക്കണേ, ഞാനോ സാറോ അല്ലെങ്കിൽ വേറെ ആരുമല്ല പറഞ്ഞേക്കണേ. അതുകൂടി ആദ്യം ശ്രദ്ധിക്കുക. ശരി, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ പുകഴ്ത്തലിൽ ഞാൻ വീഴാത്ത ആളാണ് ഞാനെന്ന് സുനിൽകുമാർ പറയാണ്. അപ്പോൾ ഒരു കാര്യം സുനിൽകുമാർ പറഞ്ഞെങ്കിലും ഇടയ്ക്കൊന്ന് വീണു പോകുമെന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ സുനിൽകുമാർ എനിക്ക് ഏതായാലും കുറേ ചുവന്ന ഹൃദയങ്ങൾ ഒരു 10 അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 20 ഹൃദയം സുനിൽകുമാറിനും കൊടുക്കുകയാണ്. അപ്പോൾ ഗോളാന്തരം പറയുന്നത് കുറച്ച് ദിവസമായിട്ട് എന്നെ ഒത്തിരി മിസ് ചെയ്തു, അവിടെ ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി എന്നൊക്കെയാണ്. ഏതായാലും ഫോണൊക്കെ നന്നായല്ലോ. അപ്പോൾ ഏതായാലും അതൊക്കെ സന്തോഷം. അപ്പോൾ ഞാൻ പൊക്കിയപ്പോൾ എൻ്റെ കമൻറ്റ് വായിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പൊക്കിയാൽ കമൻറ്റ് വായിച്ചതല്ല, എൻ്റെ ഒരു സന്തോഷം കൊണ്ട് വരുമല്ലോ സ്വാഭാവികമായിട്ട് നമ്മളെ പൊക്കുമ്പോൾ. അപ്പം ഞാനതങ്ങനെ പങ്കുവെച്ച് പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എന്നോടൊപ്പം ചേരുന്നത് കൃഷ്ണൻകുട്ടി മണിമലയാണ്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല. നമസ്കാരം. നമസ്കാരം. ഈ 110 അല്ലെങ്കിൽ 100+ എന്ന് പറയുന്നതിനെ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അംഗീകരിക്കില്ല.
പക്ഷേ എത്ര കിട്ടും എന്നാണ് UDF-ന് കിട്ടുമെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കരുതുന്നത്? ഈ UDF-ന് 100+ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനുള്ള സീറ്റുകളുടെ എണ്ണം കണ്ട് 22 അപ്പൊ അത് 100-ലേക്ക് എത്തണമെങ്കിൽ എത്ര സീറ്റ് അവർക്ക് കിട്ടണം? അല്ല, അത് മുന്നണിയായിട്ടാണ് ഞാൻ പറയണേ. മുന്നണിയായിട്ടാണ് പറയുന്നത്. ആയിക്കോട്ടെ, മുന്നണിയിൽ അതിന്റെ മേജർ പോർഷൻ കോൺഗ്രസിനാണല്ലോ കിട്ടേണ്ടത്. അപ്പൊ അവർക്കൊരു 75 സീറ്റെങ്കിലും കിട്ടണ്ടേ? അവർക്ക് 75 കിട്ടണം, എങ്കിലേ അവർക്ക് ഈ പറഞ്ഞ 100-ൽ എത്തുള്ളൂ. ഇപ്പൊ CPM-നുള്ളത് 63 സീറ്റ് മറ്റാണെന്നാണ് എന്റെ ഓർമ്മ. അത് എത്രയായിട്ട് കുറയണം? അത് നല്ലോണം കുറയണം. മൊത്തത്തിൽ 40-ലേക്ക് ഒതുങ്ങണമെങ്കിൽ 20-ലേക്ക് കുറയണം. അല്ല, ഒരു 10-15 കുറയണം. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ആറ്റിലെ വെള്ളവും പറ്റി പട്ടിയുടെ തുടരലും പൊട്ടണമെന്ന് പറയുന്ന പോലെ എങ്കിലേ അത് നമ്മളെ കടിക്കുമെന്ന് പറയുന്ന പോലെയുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അങ്ങ് പറയുന്നത് നടക്കാത്ത മനോഹരമായ ശ്രീനിവാസൻ പറയുന്ന പോലെയാണ് പറയുന്നത് അല്ലേ? സ്വപ്നമാണെന്നാണ്. ഇല്ല, അവര് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാര് കഴിഞ്ഞ കേരളത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാല് UDF ഭരണകാലവും കമ്മ്യൂണിസ്റ്റ് ഭരണകാലവും LDF ഭരണകാലവും മനസ്സിലാക്കുന്നവർ തന്നെയാണല്ലോ നമ്മുടെ വോട്ടർമാര്. ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടാത്തായിട്ട് ഈ LDF ഭരണത്തില് ഒരു വീടും ഇല്ല ഈ നാട്ടിൽ. ഒന്നെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ പോയിട്ടുള്ളതിന്റെ ഗുണം, അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൽ പിള്ളേരെ വിട്ടതിന്റെ ഗുണം, അല്ലെങ്കിൽ പൊതു നിരത്തിൽ യാത്ര ചെയ്യുന്നതിന്റെ ഗുണം, അല്ലെങ്കിൽ നമ്മുടെ സിവിൽ സപ്ലൈസ് പോയി സാധനം വാങ്ങുന്നതിന്റെ ഗുണം. ഞാനിപ്പോ സിവിൽ സപ്ലൈസ് പോയി സാധനം വാങ്ങിയിട്ട് വന്നതാണ്. അവിടെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. അവിടെ എല്ലാ സാധനവും നമ്മൾ ചോദിച്ചതെല്ലാം കിട്ടി. മാർക്കറ്റ് വിലയിൽ എത്ര 40% കുറച്ചാണ് കൊടുക്കുന്നത്, അല്ലെ ചിലതിനൊക്കെ 50% കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങ് പറയുന്നത് വിലക്കയറ്റമൊന്നും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വിലക്കയറ്റയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, സാധനങ്ങളൊക്കെ നല്ല വിലക്ക് ചുരുങ്ങിയ വിലക്ക് കിട്ടുമ്പോ പിന്നെ മാർക്കറ്റ് വിലയിലും കുറച്ചാണ് സാധനങ്ങൾ കിട്ടുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കിക്കോ. കോവിഡ് കാലത്തൊക്കെ മുഖ്യമന്ത്രി 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് TV-യിൽ വന്ന് അതിനെപ്പറ്റി വിശദീകരിക്കാൻ ജനങ്ങളെ TV തുറന്ന് കാത്തിരിക്കുമായിരുന്നു. പണ്ട് രാമായണകാലമൊക്കെ ഓർക്കുന്നില്ലേ, രാമാനന്ദ സാഗറിന്റെ ഒക്കെ? ആ ദിവസം വരാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുമായിരുന്നു. കുളിച്ച് കുറിയൊക്കെ ഇട്ട് TV-യുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയൻ TV-യിൽ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനസമൂഹമായിരുന്നു കേരളത്തിലെ ഒരു 90% അക്കാലത്ത്. അതാണല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചത്. പക്ഷേ ഇനി ജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് വിരുദ്ധമായിട്ട് അന്ന് പിണറായി വിജയൻ എങ്ങനെയായിരുന്നു അതേ പിണറായി വിജയൻ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്. എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ ഇവിടെ? പിണറായി വിജയൻ കാണിച്ച കുഴപ്പം കൊണ്ട് കേരളത്തിൽ എന്തുമാത്രം നഷ്ടം വന്നു എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഗുണങ്ങളല്ലാതെ. നമ്മുടെ എല്ലാ വികസന സൂചികകളിലും നമ്മൾ 1-ാം സ്ഥാനത്തല്ലേ ഇന്ത്യയില്? ചില കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ തന്നെ 1-ാം സ്ഥാനത്തല്ലേ? ശിശുമരണ നിരക്കില് അമേരിക്കയെക്കാളും നന്നായിട്ടാണ് ഇപ്പൊ കേരളം നിൽക്കുന്നതല്ലേ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. നിങ്ങൾ ചാനലുകാർ തന്നെ പറഞ്ഞ കാര്യമല്ലേ, ഞാൻ പറയുന്നതല്ലോ. അപ്പൊ അങ്ങനെ ആ നിലയിലേക്ക് കേരളത്തിനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോ പല കാര്യങ്ങളിലും ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തും ചില കാര്യങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കും കേരളം കുതിക്കുമ്പോ അങ്ങനെയുള്ള സർക്കാർ നമുക്ക് വേണ്ട. പണ്ടത്തെ UDF കാലത്തെ ആ സർക്കാർ മതിയെന്ന് വിചാരിക്കുമോ ജനം? എത്ര പേര് വിചാരിക്കും? ഈ സ്വർണ്ണക്കൊള്ളയാണ് അവരിപ്പോ പ്രധാനമായി ഉയർത്തുന്നത്. അതെന്തെങ്കിലും ഫലിക്കുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് സത്യമാണ്. ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് ആരൊക്കെയാണെന്ന് നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മേജർ പാർട്ടിക്കാർക്കും അതിന്റെ മുഖ്യ പ്രതികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ബന്ധം ഉണ്ടായിരുന്നത് കോൺഗ്രസുമായിട്ടാണെന്നല്ലേ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ജയിലിൽ കിടക്കുന്ന ആൾക്ക് കോൺഗ്രസുമായിട്ടാണോ? ജയിലിൽ കിടക്കുന്ന ആൾക്ക് 2 പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ വാസു എന്ന് പറയുന്ന ആളും പത്മകുമാർ എന്ന് പറയുന്ന ആളും ജയിലിൽ കിടക്കുന്നുണ്ട്. ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ അവർക്ക് മേലുള്ള കുറ്റം എന്താണ്? നമ്മളെ മുന്നിൽ ഇതുവരെ എത്തിയിട്ടുണ്ടോ? അവരിതിന്റെ ബെനിഫിഷ്യറി ആണോ? അവർ ഈ കൊള്ള നടത്തിയിലെ ഗുണഭോക്താവാണോ? ഈ സ്വർണമായിട്ടോ അവരെ ഈ ഇതിൽ എന്താണ് SIT ഇങ്ങനെ പിടിച്ച് ജയിലിടാൻ കാരണം എന്താണ്? ഞാൻ പറയട്ടെ, അവരിയ്ക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സംഭവം നടന്നുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ഉണ്ടായി കാണാം. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ, സൂപ്പർവൈസ് ചെയ്യുന്നതിൽ അവർക്കൊരു പരാജയം ഉണ്ടായി കാണാം. ഈ അവിടെ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാല്, ഞാനൊക്കെ ഇന്ത്യ പല സ്ഥലത്തും പോയി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് നമ്മൾ ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പോൾ അവിടെ ചാർജ് എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം കള്ളന്മാരാണെന്ന് പരിഗണിച്ച് ജോലി ചെയ്യാൻ പറ്റുമോ? അവരെയൊക്കെ ഒരു പരിധി വരെ വിശ്വസിക്കേണ്ടി വരും. അവരിങ്ങനെ കുഴപ്പം കാണിക്കുമെന്ന് ഒരുപക്ഷെ പത്മകുമാറൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതുവരെ വന്ന റിപ്പോർട്ടുകളിലൊന്നും ഈ പറഞ്ഞ പത്മകുമാറിനോ
ഈ പറഞ്ഞ CPM ബന്ധമുള്ള ഉണ്ടെന്ന് പറയുന്ന ഏതെങ്കിലും ഇതുപോലെ ഈ ബോർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ബോർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എന്തും സാമ്പത്തിക ഗുണം ഉണ്ടായതായിട്ട് ഒരു റിപ്പോർട്ടില്ല. പിന്നെ ഇന്നലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇത് അന്വേഷിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതി ബെഞ്ചാണല്ലോ. ആ സുപ്രീം കോടതി ബെഞ്ച് ഇന്നലെയും ഈ SITയുടെ മേലിൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേലിൽ അന്വേഷണം മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊന്നും ഒരു അതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് കൊടുത്തതിന് എല്ലാവരും സുപ്രീം കോടതി അംഗീകരിച്ചതായിട്ടാണ് നമുക്ക് വന്ന റിപ്പോർട്ട്, നമുക്ക് വരുന്ന പിന്നെ വാർത്തകളൊക്കെയും. തൃപ്തി പ്രകടിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം ഇനി ആരൊക്കെ കൊടുക്കും, എന്തൊക്കെ ആരെങ്കിലും കൊടുങ്ങട്ടെ. ഇവരെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും CPMന്റെ ഏതെങ്കിലും ഘടകം, സംസ്ഥാന കമ്മിറ്റിയോ CPMന്റെ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ LDFന്റെയോ അല്ലെങ്കിൽ CPMന്റെ ഏതെങ്കിലും മന്ത്രിമാരോ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ലല്ലോ. ഹൈക്കോടതി ബെഞ്ച്, ദേവസ്വം ബെഞ്ച് നല്ല ഇത് നിൽക്കുകയാണ്, ജാമ്യം പോലും കൊടുക്കുന്നില്ല. അതെ, അപ്പൊ അങ്ങനെ കുഴപ്പം വന്നു കഴിഞ്ഞാല് അത് മുഴുവൻ ഈ ഇത്രയും വർഷം ഈ കേരളത്തിനെ പോറ്റി സംരക്ഷിച്ചു കൊണ്ടുവന്നത് സർക്കാരിന്റെ ഭരണപരാജയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിന്റെയൊക്കെ എത്രയോ മേലിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. രണ്ടും കൂടെ ഒരു ഈ പറഞ്ഞ കോട്ടങ്ങളും നേട്ടങ്ങളും ഒരു ത്രാസിന്റെ രണ്ട് തട്ടിൽ വെച്ച് തൂക്കി വെച്ച് കഴിഞ്ഞാല് നേട്ടങ്ങളുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. ശരി, കൃത്യമാണ്. അപ്പൊ ഈ സമയം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ സർവാത്മന ലൈൻ നിന്ന് ക്യൂ നിന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുകയും ഇടതുപക്ഷത്തിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ക്രിസ് എന്നോട് പറയുന്നത് കൃഷ്ണൻകുട്ടി മണിമല മനുവിന്റെ മാത്തമാറ്റിക്സ് ടെസ്റ്റ് ചെയ്തത്. ഞാൻ മാത്തമാറ്റിക്സിൽ അത്ര ഒരു മിടുക്കനല്ല, എങ്കിലും പെട്ടെന്നൊരു മനക്കണക്ക് കൂട്ടാനൊക്കെ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ഇത് അരുന്ധതി കൊലമ്പറമ്പത്ത് പറയുന്നു LDF വരും, അത് തന്നെ വരണം എന്ന് എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, അല്ല UDF വരും, സോറി ഞാൻ തെറ്റിപ്പോയിട്ട്, അരുന്ധതി UDF വരും, അത് തന്നെ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മണിമലയെ ശശിധരൻ പിള്ളയ്ക്ക് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ശാന്തകുമാരി എന്നോട് പറയുന്നത് ഐ എം സീനിയർ സിറ്റിസൺ ഓഫ് 76. വെൻ ഐ സീ യു ഇൻ പൊതുവേദി ഐ ഗെറ്റ് പോസിറ്റീവ് എനർജി ആൻഡ് ഇറ്റ് മേ കണ്ടിന്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ അത് വളരെ ഇഷ്ടപ്പെട്ടു ആ കമൻറ്റ്. ഒരു സീനിയർ സിറ്റിസൺ 76-കാരിയാണ് എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഊർജ്ജം കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കമൻറ്റ് കിട്ടുമ്പോൾ എനിക്കും വലിയൊരു ഊർജ്ജം ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഊർജ്ജമാണ്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ശ്രീ ശാന്തകുമാരിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നമുക്ക് രണ്ടുപേർക്കും ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകാം. പിന്നെ ഇത് ഈ ആളുകളെ പിടിച്ച് ജയിലിലിട്ട കാര്യം പറഞ്ഞില്ല, അവരെ ചുമ്മാ രസത്തിനിട്ടിരിക്കുകയാണോ ഒരു തമാശയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട്. ഓക്കെ, ഇപ്പോൾ ജയകുമാറും ഉണ്ട്, ഗ്ലാഡിയേറ്ററുണ്ട്, ഇനിയും പോറ്റിയെ അങ്ങ് മുഖ്യമന്ത്രിയാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രീ മോഹൻ ബാംഗ്ലൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ. നമസ്കാരം. ശ്രീ മോഹൻ, നമ്മൾ ന്യൂ ഇയറിന് ശേഷം സംസാരിച്ചില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ തിരക്കിൽപ്പെട്ടോ? കുറെ ആയല്ലോ വിളിച്ചിട്ട്. കുറെ തിരക്കപ്പെട്ടു. ഞാനിവിടെ ഗുരുസ്വാമിയല്ലേ, ഇരുമുടി കിട്ടും മറ്റേ പൂജകളൊക്കെ ആയിട്ട് അങ്ങനെ അതുകൊണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ കേരളത്തിലെ? തീർച്ചയായിട്ടും. അത് TV ഫ്രീ ആയിരിക്കുമ്പോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ LDFന്റെ കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 100-100 പൊട്ടുന്നാണ് നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ശരിയാണ്, 100-100 അവർ പൊട്ടുന്നുള്ളത് തീർച്ചയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഞാനൊരു BJP അനുഭാവിയാണ് കൂടെ. പക്ഷെ ഇവിടെ കോൺഗ്രസിന് നല്ലൊരു ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടോ കേരളത്തിൽ? തീർച്ചയായിട്ടും. അവരൊന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ കേരളം അടുത്തത് കോൺഗ്രസ് UDF. അങ്ങൊരു നേരത്തെ അങ്ങ് ഇപ്പൊ BJPയുടെ ഒരു പ്രകടനം എന്തായിരിക്കും ശ്രീ മോഹൻ? അങ്ങ് അത് BJPയുടെ കുഴപ്പമില്ലാതെ പോണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഒരു ഒരു 5-10 സീറ്റ് ചാൻസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ കോൺഗ്രസ് UDFന് നല്ലൊരു ചാൻസ് ഉണ്ട്. ശരി, വ്യക്തമാണ്. അപ്പൊ ശ്രീ ബാലൻ എന്നോടൊപ്പം പാലക്കാട് നിന്നാണ് ചേരുന്നത്. ശ്രീ ബാലനോടും സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? ഞാൻ എന്നെ കൃഷ്ണൻകുട്ടിയുടെ മുമ്പിൽ എന്നെ പെടുന്ന വെച്ചാൽ ഞാൻ പെട്ടുപോയിട്ടോ. ശ്രീ കൃഷ്ണൻകുട്ടി, എനിക്കറിയാം, അറിയാം. അവരുടെ ഓരോരുത്തരുടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ പറയുന്നുണ്ട്. അവരതിന്റെ കുറച്ച് ആളുകളാകുമ്പോഴേ അങ്ങനെ വരും, സ്വാഭാവികമായിട്ടുണ്ടാവല്ലോ. ഞാൻ പറയുമ്പോഴേ ഒരു ഭരണമാറ്റം ഇവിടെ വരാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.
അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാർ അല്ല രണ്ടാം പിണറായി സർക്കാർ. ഒന്നാം പിണറായി സർക്കാർ കാര്യമായി പരിക്കൊന്നുമില്ലാതെ കടന്നു പോകുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന് മാർക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ആരോഗ്യം, ആഭ്യന്തരം, വിദ്യാഭ്യാസം, കുറെ മേഖലകളിൽ. പിന്നെ ഇത് ഈ ധാർഷ്ട്യം, അഹങ്കാരം ഇതൊക്കെ തന്നെ ഘടകമായിട്ട് മാറുന്നുണ്ട്. ശബരിമല അത് കൂടുതൽ വിഷയമാണ്. പിന്നെ നമ്മുടെ ഈ ആളുകൾ ഈ പറയുന്ന പോലെ ഈ സ്വർഗതുല്യമായ ഒരു ജീവിതമാണ് ഇവിടെ കേരളത്തിലെങ്കിൽ ഇവിടെ 5 ഉപതെരഞ്ഞെടുപ്പ് വന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്. ഒരു ചേലക്കര, ഒരു പാലക്കാട്, ഒരു നിലമ്പൂര്, ഒരു തൃക്കാക്കര, ഒരു പുതുപ്പള്ളി. ഇതിൽ 3 UDF ഒരു വമ്പം ഭൂരിപക്ഷത്തിൽ നിലനിർത്തിയെന്ന് മാത്രമല്ല നിലമ്പൂര് പിടിച്ചെടുത്തു. ചേലക്കര വേണമെങ്കിൽ സാങ്കേതികമായിട്ടും ജയിച്ചെന്ന് പറയാൻ പറ്റും. 41,000 വോട്ടിനാണ് അവിടെ രാധാകൃഷ്ണൻ ജയിച്ചത്. 12,000 വോട്ടിനാണ് ഇപ്പൊ പ്രദീപ് ജയിച്ചത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തന്നെ കമ്പയർ ചെയ്യണ്ട, ഒന്നും കൂട്ടണ്ട. 19 തെരഞ്ഞെടുപ്പ് 19 പിന്നെ പാർലമെന്റ് സീറ്റിൽ അവർ ജയിച്ചു. പിന്നെ പൊതുവെ കോൺഗ്രസിന് ഇപ്പൊ ഒരു സംഭവം വന്നു വെച്ചാൽ അവർ ഓരോ നേതാക്കന്മാരും ഓരോ ഗ്രൂപ്പ് തിരിഞ്ഞടിക്കുന്ന ഒരു പാർട്ടി പൊതുവെ ഒരു ഐക്യം വന്നിട്ടുണ്ട്. ഒരു ജംബോ കമ്മിറ്റി പോലൊക്കെ കൂട്ടത്തിൽ ചെറിയൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോ ഈ പിന്നെ ഈ ക്യാപ്റ്റനെ കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എല്ലാവരും കൂടെ കൂടുതൽ ഒന്നിക്കുകയാണ് ഇത് ചെയ്തത്. ഇപ്പോഴും കോൺഗ്രസ് നന്നായിട്ടല്ല കോൺഗ്രസ് ജയിക്കുന്നു ഞാൻ പറയുന്നതിന്റെ കാരണം സീറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഭരണമാറ്റം ഇവിടെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കോൺഗ്രസ് നന്നായിട്ടല്ല, ഇവരോടുള്ള നെഗറ്റീവ് വോട്ടുകൾ അത് തീർച്ചയായിട്ടും ഉണ്ടാവുന്നല്ലോ. ഇതിലൊരു മാറ്റം വരണമെങ്കിൽ ഈ CPM എന്ന പാർട്ടി ഈ അഹങ്കാരവും ധാർഷ്ട്യമൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ പോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ ചിലപ്പോൾ മാറ്റം സംഭവിക്കും. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം നടക്കുന്ന വിഷയം പോലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ്. കാത്തിരുന്ന് കണ്ടുവരും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് ഷിജു ചോദിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാഹചര്യം എന്താണ്, ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഓണത്തിൻ്റെ ഇടയിൽ ഒരു പുട്ടുകച്ചവടം പോലെ ആണെങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം മധുരമാണ്, സ്വീറ്റ്സാണ്. അപ്പോൾ ഞാൻ ധാരാളം സ്വീറ്റ്സ് കഴിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് ഷുഗർ വന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഒരു 2 മാസം മുമ്പ്, 1 മാസമായി ചെക്ക് ചെയ്തപ്പോഴാണ് ഷുഗർ കൂടിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ സ്വീറ്റ്സും കട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫേവറേറ്റ് ഫുഡിനെ പറ്റി എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിക്കരുത്. ഞാനിപ്പോൾ അതൊക്കെ ദൂരെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ശശിധരൻ പിള്ള ഒരു പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ. വെള്ള പൂശുന്നത് ആരപ്പ മണിമലയാണ് അയ്യപ്പം. നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയെ പറ്റിയാണ്. ശരി, അപ്പോൾ മണിമല ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ള പരിഹാസമുണ്ട്. അപ്പോൾ എന്നോട് സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. അവരുടെ ഭർത്താവും നമ്മുടെ പൊതുവേദി എന്നും കാണുന്നവരാണ് രണ്ടുപേരും. അപ്പം നമസ്കാരം മനു എന്ന് പറയുന്നു. ദേ വിൽ വിൻ ബട്ട് ദേ വിൽ നോട്ട് ഗെറ്റ് 100 സീറ്റ്സ്. UDFനെ കുറിച്ചാണ് പറയുന്നത്. BJP വിൽ ഗെറ്റ് സം സീറ്റ്സ്. 20th ആനിവേഴ്സറി ഓഫ് ബാൽ സദൻ is this month. I welcome you for this function എന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സതി ബാബുരാജ് ഒരു പൊതുപ്രവർത്തകയാണ്, ചില സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ ബാൽ സദൻ അവരുടെ ഒരു ഇങ്ങനെ പ്രത്യേകിച്ച് വയസ്സായവരെയും കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ബാൽ സദൻ്റെ ഒരു 20ാമത്തെ ആനിവേഴ്സറിയാണ്. ഐ വിഷ് ഐ വാസ് ദെയർ. അപ്പോൾ അത് നല്ലൊരു ദിവസം, നല്ലൊരു പരിപാടിയായി നടക്കട്ടെ. എല്ലാവിധ ആശംസകളുണ്ട്. അതിൻ്റെ ക്ലിപ്പിംഗ്സൊക്കെ അയച്ചു തന്നാൽ സതി ബാബുരാജ് നമുക്കത് നമ്മുടെ പൊതുവേദിയിലെ പ്രേക്ഷകർക്കും കൂടി കാണിച്ചു കൊടുക്കാം. കാരണം ആളുകളെ സഹായിക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ് നമ്മുടെ പൊതുവേദി പ്രേക്ഷകർ എന്നതുകൂടി സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ സുനിൽകുമാറിന് സ്വീറ്റ്സ് വലിയ ഇഷ്ടമാണെന്നാണ്. അപ്പോൾ സ്വീറ്റ്സ് അധികം കഴിക്കുന്നത് സൂക്ഷിക്കണം. എനിക്ക് ഇപ്പോൾ ഷുഗർ വന്നിട്ടുണ്ട്. അപ്പോൾ സുനിൽകുമാറിനും ഷുഗർ വരാതെ നോക്കണം. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, കാഞ്ഞിരപ്പള്ളിക്ക് ഷുഗർ ഉണ്ടോ? BP, പ്രഷർ ഒന്നുമില്ല? ഭാഗ്യവാൻ. അപ്പം ഞാനിപ്പോൾ ഷുഗറിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. ഓക്കെ, അപ്പം എന്താണ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നുണ്ടോ? ശരീര പരിപാടിയൊക്കെയാണ്, പരിക്കച്ചവടമൊക്കെയാണ്. അപ്പം സ്വന്തമായിട്ട് പണിയും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അതുകൊണ്ട് അസ്വസ്ഥം അങ്ങനെ വലിയ ചുമക്കണൊക്കെ നോക്കും, കുടികളെ പിടിക്കും, ജോലികളെ ചെയ്യും, പെരുമ്പാവൂർ കൊണ്ട് തട്ടറ തട്ടും, ഇതൊക്കെ ചെയ്യുന്ന സ്വന്തമായിട്ട് കച്ചവടം ചെയ്യുന്ന. അപ്പൊ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എന്ന് പറഞ്ഞ അത്ര മോശക്കാരനല്ല കേട്ടോ. നല്ല വിദ്യാഭ്യാസം, നല്ല വിവരമൊക്കെ ഉള്ള ഒരാളാണ്. അതുപോലെ പുള്ളി എന്റെ അറിവിലെ പുള്ളി ഇന്ത്യൻ പെട്രോളിയം വകുപ്പിന്റെ ജോലിയിൽ എങ്ങാണ്ട് ഇരിക്കുന്ന ഒരു പാർട്ടിയാണ്. പുള്ളി മണിമല ചുവട്ടരിപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. വലിയ സമ്പന്നനാ, ഇച്ചിരി കാശുകാരനൊക്കെയാ. ഡീസൽ ആത്മാവാ, ഒത്തിരി ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ നല്ല കാശുകാരനാണ്. മണിമലയിലെ ഒരു മുതലാളി തന്നെയാണ് അവിടുത്തെ മണിമല. അത്ര ഇതുള്ള ഒരു വാർത്തയാണ്. പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈറ്റാണ് പുള്ളി സംസാരിക്കുന്നതെന്നും മറ്റുള്ളവരെ ആക്ഷേപിച്ചൊന്നും സംസാരിക്കില്ല. പാർട്ടിക്ക് വേണ്ടി പുള്ളി പറയുന്നത് മാത്രമല്ല, പുള്ളി നമ്മൾ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഈ UDFന്റെ കാര്യത്തെ പറ്റി പറഞ്ഞാല് നമ്മൾ കണ്ടതല്ലേ, ഇപ്പൊ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അവർക്ക് ആ സ്ഥാനങ്ങൾ ഏറ്റെടുക്കാനോ
കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ആളെ എത്തിക്കാനോ പോലും ഒക്കുന്നില്ല. അടിയും പിടിയും തിരിയില്ല. അപ്പൊ ഈ അല്ല, അവര് പറയുന്നത് അവര് വലിയ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ അഭിപ്രായം പറയും, അതിനെയാണ് അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത്. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അതിപ്പോൾ ഇടതു മുന്നണിയിലുണ്ടല്ലോ, CPI CPM തർക്കം നടക്കുകയില്ല. ഇപ്പോൾ CPI എന്തൊക്കെ പറഞ്ഞു, CPM എന്തൊക്കെ CPI പറയുന്നു. അതൊക്കെ ഒരു മുന്നണിയാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നു അല്ലേ? പോരെ, മുന്നിലിരിക്കുന്നവരെ കല്ല് പോയി എടുത്തോണ്ട് കല്ലിന് ഇരിക്കുന്നുണ്ടോ പണി എവിടെയെങ്കിലും? ഈ തൃപ്പൂണിത്തറ നടന്നല്ലേ, അവരുടെ യോഗം കൂടിക്കൊണ്ടിരുന്നപ്പോഴല്ലേ പോയി കല്ലെടുത്ത് വെളിയിൽ പോയി കല്ലെടുത്തോണ്ട് കല്ല് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടി ഇതൊക്കെ കുഴപ്പമില്ല, മാറി മാറി ഭരണം ഭരണം അതാണ് നല്ല. പിന്നെ മുള്ളും മുരിക്കും മുറുപ്പും ആമ്പിനും എല്ലാം കൂടി എല്ലാം പറഞ്ഞു കേട്ടോ. UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മാറാട് ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി ഭരണം ഏറ്റെടുക്കും, ആഭ്യന്തരം ഏറ്റെടുക്കും. അപ്പൊ അതിനകത്ത് കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുക്കുമ്പോഴേക്ക് അതിനകത്ത് വരുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് സപ്പോർട്ട് സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും ഒരാൾ കൂടിയുണ്ട്, നമ്മുടെ ഡേവിഡ് വിജയ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാനാവില്ല. ശ്രീ ഡേവിഡ് വിജയ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായതുകൊണ്ട് അങ്ങ് ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട് സമയം ശരിക്കും കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഈ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും വെറുതെ ഇതിപ്പം ഹോൾഡ് ചെയ്തെന്ന് മാത്രം. കാരണം BJPക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വല്ല പുരോഗതിയൊക്കെ ഉണ്ടാവും. അല്ലാത്ത കാര്യങ്ങളൊക്കെ ഏതാണ്ട് അതിന്റെ വർജെത്തിയിട്ടേ നമുക്ക് അതിന്റെ വക്കത്തെത്തിയിട്ടേ തീരുമാനിക്കാൻ തന്നെ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങൾ ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അതിൽ വോട്ടർമാർ തന്നെയാണ് രാജാക്കന്മാർ. അവർ മാത്രമാണ് വിജയിയെ തീരുമാനിക്കുന്നത്. ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് അവരാണ്. അധികാരത്തിൽ ആരെത്തണം എന്ന് കരുതുന്ന ശക്തി വോട്ടർമാരാണ്. ആ ശക്തി അവരുടെ കയ്യിലാണ്. ഒരു വോട്ടിലൂടെ വേണമെങ്കിൽ ഭരണം മാറാം, നയം മാറാം, ഭാവി രൂപപ്പെടാം. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ അവസാന വാക്ക് പറയുന്നത് വോട്ടർമാരാണ്. അധികാരമോ പദവിയോ അല്ല, ജനങ്ങളുടെ തീരുമാനം തന്നെയാണ് ഇവിടെ നിർണായകം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.